കേരളത്തിൻ്റെ അഭിമാന ചിഹ്നമായിരുന്ന KSRTCയെ പറ്റി ഒട്ടേറെ പേരുദോഷങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പരമാവധി നഷ്ടം സഹിച്ചുകൊണ്ട്, എന്നാൽ ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഉയരാൻ കഴിയാത്ത ഒരു പൊതുമേഖലാ സ്ഥാപനം എന്തിനാണ് ചുമക്കുന്നത് എന്നൊരു ചോദ്യം മലയാളികൾ മുന്നോട്ട് വെക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി. എന്നാൽ ആ സമീപനങ്ങൾക്ക് വ്യക്തമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി ഇപ്പോൾ KSRTCയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. വളരെ പ്രധാനമായ ഒരു കാര്യം, KSRTCയുടെ വരുമാനം 10 കോടി ക്ലബിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. പ്രതിദിനം 10 കോടി രൂപയിൽ കൂടുതൽ വരുമാനമുള്ള ഒരു സ്ഥാപനം എന്ന തരത്തിലേക്ക് KSRTC വളർന്നിരിക്കുന്നു എന്നത് ആരോഗ്യകരമായ കാര്യമാണ്. തൊഴിലാളികളും ബസ്സും തമ്മിലുള്ള ഒരു കാലത്തെ പലരും വിമർശനാത്മകമായി പറഞ്ഞ കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. പരമാവധി തൊഴിലാളികളെ ഉപയോഗിച്ച് പരമാവധി ബസ്സുകൾ ഓടിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. ബസ്സുകളുടെ റൂട്ടുകൾ തീരുമാനിക്കുന്നതും ഷെഡ്യൂളുകൾ ഉണ്ടാക്കുന്നതിനുമൊക്കെ AI പോലെയുള്ള പുതിയ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആളുകൾ കുറവുള്ള റൂട്ടിൽ നിന്ന് ബസ്സുകൾ കൂടുതൽ ആളുകളുള്ള റൂട്ടുകളിലേക്കും, ഒരു റൂട്ടിൽ ഏറ്റവും കൂടുതൽ ആളുള്ള സമയത്ത് കൂടുതൽ ബസ്സുകൾ ഓടിക്കാനും കഴിയുന്ന സംവിധാനം ഉണ്ടായിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായി തൊഴിലാളികൾക്ക് എല്ലാ മാസവും 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. പടിപടിയായി KSRTCയിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. പുതിയ ബസ്സുകൾ വരുന്നു. ഇങ്ങനെ മൊത്തത്തിൽ KSRTC നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും പൊതുഖജനാവിൽ നിന്ന് വലിയ നഷ്ടം സംഭവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പുറത്തു കടന്ന് പടിപടിയായി അതിൻ്റെ വരുമാനം വർദ്ധിപ്പിച്ച് തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയും വിധം പൊതുവാഹന സംവിധാനത്തിൽ പഴയ കാലത്തെ അതിൻ്റെ പ്രതാപത്തിലേക്ക് മടങ്ങി വരുന്ന ചില സൂചനകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ പ്രകടനത്തിൽ പറഞ്ഞിരുന്നത്, ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്ന കാലം കൊണ്ട് KSRTCയെ ലാഭത്തിലെത്തിക്കാൻ കഴിയും എന്ന് ഉറപ്പ് നൽകിയപ്പോൾ അതിലേക്ക് KSRTC പടിപടിയായി എത്തുന്നു എന്നത് ശ്രീ ഗണേഷ് കുമാറിനെ പോലെയുള്ള ഒരു ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ കാര്യക്ഷമത കൂടി ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. ചുരുക്കത്തിൽ നഷ്ടം കൊണ്ട് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന KSRTCയെ ഒട്ടേറെ പരിഭവങ്ങളും പരാതികളും ജനങ്ങൾക്കും അതിലെ തൊഴിലാളികൾക്കും ഉണ്ടായിരുന്ന KSRTCയെ ഒരു പുതു ജീവൻ നൽകി ആരോഗ്യകരമായ തരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ ശുഭസൂചകമാണ്. അത് കേരളത്തിലെ പൊതു വാഹന സംവിധാനത്തിൽ, പൊതുയാത്രാ സംവിധാനത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ ശേഷി വർദ്ധിപ്പിക്കുന്നു. അത് തീർച്ചയായും കേരളത്തിൻ്റെ പൊതുവികസനത്തിന് അനുഗുണമാണ്. അതിന് ശ്രമിക്കുന്ന മന്ത്രിക്ക് എല്ലാ പിന്തുണയും നൽകുവാൻ നാട്ടുകാർക്ക് ബാധ്യതയുമുണ്ട്.